പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ഒരാഴ്ച കൂടെ നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ നടത്തിയ ദൈവത്തിന് സകല മഹത്വവും സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ചലിക്കാം. കർത്താവ് സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ആഴ്ച പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 17-18 വേദവാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്: ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്നു വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് നാം കാണുന്നത്, നാം വായിച്ചു വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 400 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു വിടുതൽ സംഭവിച്ച് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് ആ ജനം നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ഈ യാത്രകളെ നിയന്ത്രിക്കുന്നതെല്ലാം ദൈവം തന്നെയാണെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മുന്നോട്ടുള്ള യാത്രയിൽ കനാനിലേക്കെത്താൻ ഫിലിസ്ത്യരുടെ ദേശത്തുകൂടെയുള്ള വഴി, ആ വഴി പോയാൽ ഏറ്റവും പെട്ടെന്ന് എത്രയും എളുപ്പം അവർക്ക് വാഗ്ദത്ത കനാനിൽ എത്തുവാനായിട്ട് കഴിയും. എന്നാൽ യുദ്ധം കണ്ട് ഈ ജനം പേടിച്ചിട്ട് അവർ തിരിച്ച് മിസ്രയീമിലേക്ക് പോകാൻ അവരുടെ മനസ്സിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവരെ ഫിലിസ്ത്യരുടെ ദേശത്ത് വഴി കൊണ്ടുപോയില്ല. പകരം ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം ചുറ്റി നടത്തിച്ചു. ആ യാത്ര നമ്മൾ പരിശോധിക്കുമ്പോൾ അനേകം കരുതലുകൾ വെളിപ്പെട്ട യാത്രയാണത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുനിമിഷം അവരനുഭവിച്ചറിഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. സ്തോത്രം. അതേ ദൈവ പൈതലേ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അവൻ്റെ വഴികളെ ഒരുക്കുന്നത് എല്ലാം സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ ഈ ജനവും നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ അഗ്നിസ്തംഭമുണ്ട്, മേഘസ്തംഭമുണ്ട്, അതുപോലെ സ്വർഗത്തിൻ്റെ ദൂതനുണ്ട്. ഇതെല്ലാം അവരുടെ മുമ്പിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെങ്കടലിന് മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അവരാഗ്രഹിച്ചിട്ടല്ലല്ലോ ഈ വഴി വന്നത്, ദൈവമല്ലേ അവരെ കൊണ്ടുവന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ ചെങ്കടൽ കടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് ഈ ജനം തിരിച്ചറിഞ്ഞില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ യാത്രകളെ നിയന്ത്രിക്കുന്നതെല്ലാം ദൈവമാണെങ്കിൽ, ദൈവം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പിച്ച് നമ്മുടെ ദൈവം നമ്മളെ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചിരിക്കും. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവർ ചെങ്കടലിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ജനം പിറുവിറുക്കുകയാണ്. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നത്? അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ അവർ പറയുമ്പോഴും, സ്തോത്രം, മോശ പറയുന്നൊരു പ്രസ്താവനയുണ്ട്. മോശ ജനത്തോട് പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഈ സംഭവമൊക്കെ നടക്കുമ്പോഴും, സ്തോത്രം, നമുക്കറിയാം ഫറവോനും സൈന്യവും ഇവരെ പിടിക്കാനായിട്ട് വരുമ്പോൾ 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്: എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. നോക്കിക്കേ, ദൈവം അവരെ കൊണ്ടുപോകുന്ന യാത്രയിൽ, സ്തോത്രം, വെളിയിൽ നിന്ന് ഒരു ജാതീയ രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവജനമല്ലാത്ത ഒരു വ്യക്തി ഇവരെ നോക്കിയിട്ട് പറയുകയാണ്, ഇവർ ഉഴലുന്നു, ഇവർ മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയ്ക്കകത്ത്, സ്തോത്രം, ദൈവഹിതപ്രകാരം നമ്മൾ പോകുമ്പോൾ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അതിൻ്റെ നടുവിലുണ്ടെങ്കിലും, സ്തോത്രം, ദൈവം അവിടെ എല്ലാം കരുതൽ വെളിപ്പെടുത്തും. പക്ഷേ വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, അദ്ദേഹത്തിന് തോന്നുന്നത് ഇവർ ദൈവത്തെ വിളിച്ചിട്ടും ദൈവത്തെ ആരാധിച്ചിട്ടും ഇങ്ങനെ ദേശത്തുഴലുന്ന അവസ്ഥയാണല്ലോ ഇവർക്കുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ മരുഭൂമിയിൽ കുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണല്ലോ ഉള്ളത് എന്നാണ് ഫറവോൻ അവരെ പറ്റി ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ,
സമാനമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയിട്ട് ദൈവത്തിന് സ്തോത്രം, ചില കഷ്ടതകളും ചില ശോധനകളും ചില പ്രതിസന്ധികളൊക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ലോകക്കാർ മുഴുവൻ, അല്ലെങ്കിൽ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെല്ലാം നിങ്ങളെ നോക്കി പറയാൻ സാധ്യതയുണ്ട്, നീ ദൈവത്തെ വിളിച്ചിട്ട് നിനക്കെന്നും ഇങ്ങനെ കഷ്ടതയാണല്ലോ, ദേശത്തുഴലുന്ന അവസ്ഥയാണല്ലോ, നീ കുടുങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥയാണല്ലോ എന്നൊക്കെ നിന്നെ നോക്കി കമൻറ്റ് പറയുമ്പോൾ, ഇന്ന് ഈ വിലപ്പെട്ട സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. നിങ്ങളെ അന്ത്യത്തോളം വഴി നടത്താൻ അവൻ ശക്തനായ ദൈവമാണ്. ഈ ചെങ്കടലിന് മുമ്പിൽ, ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ നീക്കുപോക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി വരും. നമുക്കറിയാൻ പറ്റുന്ന ചരിത്രം, അവർ ആ ചെങ്കടൽ കടന്നു. മുന്നോട്ടുള്ള യാത്രയ്ക്കകത്തെല്ലാം പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിക്കുകയാണ്. തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിക്കുന്നു. മരുഭൂമിക്കകത്ത് അവർക്ക് മന്ന ലഭിക്കുന്നു. അവരുടെ ചൂട് തട്ടാതിരിക്കാൻ, അവർക്ക് ആ വെയിലിൻ്റെ കാഠിന്യം ഉണ്ടാകാതിരിക്കാൻ പകൽ മേഘസ്തംഭത്തെയും, രാത്രിയിൽ അവർക്ക് വെളിച്ചം ലഭിക്കേണ്ടതിന് രാത്രിയിൽ അഗ്നിസ്തംഭത്തെ എല്ലാം ദൈവം ഒരുക്കുക. മേത്തരമായ ഭക്ഷണം കൊണ്ട് ദൈവം അവരെ പോഷിപ്പിക്കുക. എല്ലാം അതിജീവിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ വാഗ്ദത്ത കനാനിലെത്തിയെങ്കിൽ, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനയെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ നാളുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ യാത്രകളെ നോക്കിക്കൊണ്ട് ലോകം എന്ത് കമന്റ് പറഞ്ഞാലും അതിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാനായിട്ട് പോകുന്നു. വിശ്വാസത്തോടെ ഈ ദൂതിനെ നമുക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. 2023 നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ 2024 ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് നമ്മൾ മുന്നേറുന്ന വർഷമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ എത്ര പേര് ഈ ദൂതിന് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കുന്നുണ്ട്? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, കേൾപ്പിച്ച ഞങ്ങൾക്ക് തന്ന അനുഗ്രഹീതമായ നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് മുന്നേറുവാൻ സർവശക്തൻ ഞങ്ങളോട് കൂടെ ഇരിക്കണം. 2023 ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു കർത്താവ്. പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഏറിയ ദൈവകൃപ പ്രാപിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവ് ഞങ്ങളോട് മനസ്സലിഞ്ഞിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കർത്താവ് ഈ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കണം. കർത്താവ് മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ മുഴുവൻ മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന യാതിനെല്ലാം കേട്ടിരിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമറിയണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.